അച്ഛൻ ഒ മാധവൻ നാടക സംവിധായകൻ, അഭിനേതാവ് എന്നീ നിലകളിൽ വളരെ പ്രശസ്തനായിരുന്നു. പക്ഷേ അച്ഛൻ ഇവിടെ അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു. അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അച്ഛൻ്റെ തെരഞ്ഞെടുപ്പ് സമയങ്ങൾ മുകേഷിന് ഓർമ്മയുണ്ടോ? അതിലേതിലും പങ്കെടുത്തിട്ടുണ്ടോ? അല്ല, എൻ്റെയും എൻ്റെ രണ്ട് സഹോദരിമാരുടെയും ആദ്യത്തെ വോട്ട് അച്ഛനാണ്. അത് വലിയൊരു ഭാഗ്യമാണ്. അത് ആദ്യത്തെ പഞ്ചായത്ത് ഇലക്ഷനായിരുന്നു. അച്ഛൻ അതിനു മുമ്പ് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴത്തേക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾവിയാണ്. അപ്പോൾ അന്ന് നമ്മൾ സിനിമയിലൊക്കെ അഭിനേതാവായിരുന്ന മണവാളൻ ജോസഫ് എന്ന് പറഞ്ഞിട്ടൊരു നടനുണ്ട്. നമ്മൾ എത്രയോ സിനിമകൾ കണ്ടിരുന്നു. അദ്ദേഹം വെറും ജോസഫായിരുന്നു. അച്ഛൻ്റെ ആ ഇലക്ഷൻ സമയത്ത് അച്ഛൻ കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ നടനായിരുന്നു. അപ്പം അവരെല്ലാവരും കൂടെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ഒരു നാടകം സെറ്റപ്പ് ചെയ്തു. ഒരു ഏകാംഗ നാടകം, ഒരു തമാശ നാടകം. അതിനകത്ത് മണവാളൻ്റെ റോളായിരുന്നു ജോസഫ്. അപ്പം പെണ്ണ് കാണാൻ വരുന്നതും പുള്ളിയുടെ ഒരു പ്രത്യേക സ്റ്റൈലിൽ ഇങ്ങനെ എവിടെയെങ്കിലും ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞാൻ നാടകം കണ്ടിട്ടില്ല, എന്തായിരുന്നു ആ മണവാളൻ്റെ റോളെന്ന് അദ്ദേഹം പിൽക്കാലത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു. അത് ആൾക്കാർക്കൊക്കെ ഭയങ്കര ഞാനൊരു പുതിയ സാധനം കണ്ടുപിടിച്ചു. ഞാൻ ചോദിച്ചു, എന്താണ് കണ്ടുപിടിച്ചത്? ബാക്കടിക്കും. ഞാൻ പറഞ്ഞ് അതെങ്ങനെ? അപ്പോൾ ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഇയാളുടെ ബാക്കടി എന്ന് പറയുന്നൊരു സംഭവം, ബാക്കിലോട്ടുള്ള ഒരു മൂവ്മെൻ്റ് ഉണ്ട്. ഞാൻ ചോദിച്ചാൽ അയ്യോ അതെനിക്ക് കാണണമെന്ന് പറഞ്ഞു. മണവാളം ഇങ്ങനെ വന്ന് ഫുൾ കൈ ഷർട്ടും അതും ഇതൊക്കെ കൊടുത്തുകൊണ്ട് വന്നിട്ട് സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ നിന്നതിന് ശേഷം അതൊരു ഭയങ്കര സ്റ്റൈലായിരുന്നു. ഞാൻ പറഞ്ഞു അന്നത്തെ കാലത്ത് ഇങ്ങനെ. അപ്പോൾ ആൾക്കാർ ഇയാൾ വരുമ്പം തന്നെ ആളുകൾ ചിരി തുടങ്ങും. ഈ ബാക്കിലോട്ട് അടിക്കുന്നത് കാണാനാണ് ഒരു സ്റ്റെപ്പ്. ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് കാണും കേട്ടോ. അതൊക്കെ മനസ്സിലങ്ങ് പതിയുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ കാലഘട്ടത്തിൽ പിന്നീട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്കാണ് അച്ഛൻ രണ്ടാമത്തെ പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാർ, എൻ്റെ സഹോദരിമാരുടെ കൂട്ടുകാരികൾ എല്ലാവരും കൂടെ ഭയങ്കര സ്ക്വാഡ് വർക്ക് പോലൊക്കെ അന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ കൂടെയുള്ള 7 മെമ്പർമാർ, ഓപ്പോസിറ്റ് 6 മെമ്പർമാർ പ്രതിപക്ഷത്തിന്. ഒരാൾ അങ്ങോട്ട് പോയാൽ അദ്ദേഹം അതിൻ്റെ ലീഡർ പഞ്ചായത്ത് പ്രസിഡന്റ് ആവും. അയാൾ വലിയ കാശുകാരനാണ്. കാശുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ പഞ്ചായത്ത് മെമ്പർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10,000 രൂപയോ 15,000 രൂപയോ ഒന്നും ഒന്നിച്ച് കാണാത്ത ആൾക്കാരാണ്. ഓഫർ 1 lakh rupees. അപ്പോൾ അച്ഛൻ പറഞ്ഞു 1 ലക്ഷം രൂപ ഒരാൾ കൊടുക്കും, അപ്പുറത്തോട്ട് പോയി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് വേണ്ടാന്ന് പറയുന്നത്? അയാളുടെ ലൈഫിൽ അന്ന് 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 10 കോടി രൂപയാണ്. അപ്പം പക്ഷേ അച്ഛനൊരു ബുദ്ധി ചെയ്തു. ഈ 7 പേര്, അന്നൊക്കെ 7 പേരെയൊക്കെ പുല്ലുപോലെ അംബാസഡർ കാർ കയറും. അപ്പോൾ ഈ 7 പേരെയും കൊണ്ട് ഒറ്റ പോക്ക. മൊബൈൽ ഫോണില്ല, വർക്കല, കന്യാകുമാരി. അന്ന് തന്നെ റിസോർട്ട് സമ്പ്രദായം അച്ഛൻ അന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കണ്ടു വളരുന്നല്ലേ. പലരും എൻ്റെ അടുത്ത് ചോദിക്കട്ടെ, ഇവിടെ പോയിടെ നിൻ്റെ അച്ഛനും ആൾക്കാരും കൂടെ. ഞാൻ പറഞ്ഞു നമുക്കെന്ന് പറഞ്ഞൂടാ. അങ്ങനെ വോട്ടിങ്ങിൻ്റെ അന്ന് പഞ്ചായത്ത് ഓഫീസിനകത്തോട്ട് കാർ കൊണ്ട് കയറ്റി 7 പേരെയും ഒച്ചിട്ട് അങ്ങോട്ട് ഒട്ടി കയറ്റാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജനലൊക്കെ അടച്ച് ജനലിൻ്റെ മേളിൽ കൂടെ ഒക്കെ 1.5 എന്നൊക്കെ. പക്ഷേ പിടികൊടുത്തില്ല. അങ്ങനെയാണ് രണ്ടാമത്തെ പ്രാവശ്യം അച്ഛൻ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇങ്ങനെ രാഷ്ട്രീയമെല്ലാം നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ, നമുക്ക് അറിയാത്ത രാഷ്ട്രീയം ഉണ്ടോ?